السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അവരിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഏതെല്ലാം ദുർഗുണങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ളത് ബാബുൻ നഹി അനിൽ ഈദാഇ എന്ന അധ്യായമാണ്. എന്താണ് ആ അധ്യായത്തിൻ്റെ അർത്ഥം? അന്നഹിയു അനിൽ ഈദാഇ, ദ്രോഹിക്കുന്നതിനെ വിരോധിക്കുന്ന അധ്യായം. ഈദാ എന്ന് പറഞ്ഞാൽ ഒരാളെ ദ്രോഹിക്കുക. ആദാ, ദ്രോഹിച്ചു. യുഅ്ദി, ദ്രോഹിക്കുന്നു. അപ്പോൾ ഈദാ പാടില്ല. മറ്റൊരാളെ ഒരു നിലക്കും നമ്മൾ ദ്രോഹിക്കുവാൻ പാടില്ല. ഇത് ഇസ്ലാമിൻ്റെ പ്രാഥമിക പാഠമാണ്. പക്ഷേ പലപ്പോഴും മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഇത്തരം ഇസ്ലാമികമായ മൂല്യങ്ങളിൽ നിന്ന് വഴുതി മാറുന്ന ഒരു സ്വഭാവമാണ് കണ്ടുവരുന്നത്. ഈദാ എന്ന് പറയുന്ന ഈ ദ്രോഹിക്കൽ പല വിധത്തിൽ വരും. പണ്ഡിതന്മാർ പറയുന്നു, അൽ ഈദാ യശ്മലുൽ ഈദാ ബിൽ ഖൗലി വൽ ഈദാ ബിൽ ഫിഅലി വൽ ഈദാ ബിത്തർക്കി. അതായത് വാക്കുകൊണ്ട് ഒരാളെ ദ്രോഹിക്കുക, പ്രവൃത്തി കൊണ്ട് ദ്രോഹിക്കുക, ഒരു കാര്യത്തെ ഉപേക്ഷിക്കൽ കൊണ്ട് ദ്രോഹിക്കുക. ഇതൊക്കെ മനുഷ്യരിൽ നിന്ന് ഉണ്ടാകും. എല്ലാം നിഷിദ്ധമായ കാര്യമാണ്. വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അയാൾക്ക് കേൾക്കുന്നത് തന്നെ അയാളെ ചില വാക്കുകൾ കേൾപ്പിക്കുക. ആ കേൾക്കുന്നത് മുഖേന അയാൾക്കത് മുഖേന ദ്രോഹമാണ് ഉണ്ടായിത്തീരുന്നത്, ഉപദ്രവിക്കലാണ് അതുകൊണ്ട് സംഭവിക്കുന്നത്. ഉപദ്രവമില്ലെങ്കിൽ പോലും ഒരാൾക്ക് വെറുപ്പായൊരു കാര്യമാണ് ഒരാളോട് പറയുന്നതെങ്കിൽ പോലും അത് അയാളെ നോവിക്കലാണ്, ബുദ്ധിമുട്ടിക്കലാണ്. അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ടുള്ള ഉപദ്രവിക്കലുകളുണ്ട്. ഒരാൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയി അയാളെ തിക്കിത്തിരക്കുക, അല്ലെങ്കിൽ അയാൾ നടന്നു വരുന്ന വഴിയിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക. മറ്റു പല വിധത്തിലും ഇങ്ങനെ വാക്കുകൊണ്ട് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്ന പ്രവണത സമൂഹത്തിലുണ്ട്. പ്രവൃത്തികൾ കൊണ്ട് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്ന പ്രവണതയും സമൂഹത്തിലുണ്ട്. ഒരു നിലക്കും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് ഉപദ്രവിക്കുക, ഒരാളെ ദ്രോഹിക്കുക എന്നുള്ളതും മനഃപൂർവ്വം ഉണ്ടായിക്കൂടാത്തതാണ്. മാനുഷികമായ നിലക്ക് അബദ്ധങ്ങളൊക്കെ അറിയാതെ മനുഷ്യരിൽ നിന്ന് വന്നേക്കാം. എന്നാൽ കരുതിക്കൂട്ടി ഒരാളെ നോവിക്കുക, അയാളുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയുക, അയാളോട് വളരെ പ്രയാസകരമായ നിലക്ക് ഇടപെടുക, അതേപോലെ തന്നെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കാൻ നോക്കുക, ദ്രോഹിക്കാൻ നോക്കുക, ഈ വിധത്തിലുള്ള ഒന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 58-ാമത്തെ സൂക്തമാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ അദ്ദേഹം നൽകിയ 2 ഹദീസുകളുടെ മുന്നോടിയായി നൽകിയിട്ടുള്ള ഖുർആനിക സൂക്തം. എന്താണ് അവിടെ അല്ലാഹു പറയുന്നത്? ഖാല അല്ലാഹു തആല വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വ ഇസ്മൻ മുബീനാ. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി, സത്യവിശ്വാസികളായ ആളുകളെ ദ്രോഹിക്കുന്ന ആളുകൾ. സത്യവിശ്വാസികളായ ആളുകളെ ദ്രോഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ
എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മുഅ്മിനീങ്ങളായ ആളുകളെ, അതുപോലെ തന്നെ വിശ്വാസികളായ ആളുകളെ, വിശ്വാസിനികളായ സ്ത്രീകളെ ഒക്കെ ഉപദ്രവിക്കുന്ന ആളുകൾ എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏത് നിലക്ക് ഉപദ്രവിക്കുന്നവർ? ബിഗൈരി മക്തസബു, ബിഗൈരി മക്തസബു, അവർ പ്രവർത്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് അവരെ ദ്രോഹിക്കുക. അതായത് അവരങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി, ഒരു തെറ്റൊന്നും ഒരാൾ ചെയ്തിട്ടില്ല. അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തെ ഒരാളുടെ മേൽ ചുമത്തിയിട്ട് കള്ള വാർത്ത അയാളുടെ മേൽ ചമക്കുന്ന ആളുകൾ, ഫഖദ് ഇഹ്തമലു ബുഹ്താന, അവർ കള്ളവാർത്തയാണ് അതിലൂടെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത്. വ ഇസ്മൻ മുബീന, പ്രകടമായ കുറ്റവുമാണ് അവർ അതിലൂടെ വഹിക്കുന്നത് എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വളരെ ഗൗരവത്തോടുകൂടി വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ കൃത്യമായും അവർ ശ്രദ്ധിക്കേണ്ടുന്നൊരു സൂക്തമാണിത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസികൾ അവരുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ടുന്ന ആയത്താണ് വല്ലദീന യുഊദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി. സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സത്യവിശ്വാസിനികളായ സ്ത്രീകളെയും ദ്രോഹിക്കുന്നവർ ഏത് നിലക്ക് ദ്രോഹിക്കുന്നു? ബിഗൈരി മക്തസബു, അവർ തെറ്റൊന്നും ചെയ്യാതിരിക്കെ. അതാണ് ബിഗൈരി മക്തസബു, അവർ സമ്പാദിച്ചിട്ടില്ലാത്ത, അവർ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ദ്രോഹിക്കുക. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഫഖദ് ഇഹ്തമലു, തീർച്ചയായും അവർ വഹിക്കുന്നത് എന്തിനെയാണ്? ബുഹ്താനൻ, കള്ളവാർത്തയെയാണ് അവർ അതിലൂടെ കെട്ടിച്ചമക്കുന്നത്. വ ഇസ്മൻ മുബീന, വ ഇസ്മം മുബീന, പ്രകടമായ കുറ്റവുമാണ് അവർ അതിലൂടെ വഹിച്ചിട്ടുള്ളത് എന്ന്. ഇവിടെ വളരെ ഗൗരവത്തോടെ അള്ളാഹു രണ്ട് കാര്യമാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരെ വിശേഷിപ്പിച്ചത്. ഒന്നവര് കള്ളവാർത്തയുണ്ടാക്കുകയാണ്, രണ്ട് അതിലൂടെ അവർ പ്രകടമായ കുറ്റമാണ് അവർ പേറുന്നത് എന്ന്. സഹോദരങ്ങളെ, എത്രത്തോളം ഇപ്പൊ സൂറത്തുൽ അഹ്സാബിൽ ഇക്കാര്യം പറയുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും പേരിൽ ദ്രോഹത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നതിൻ്റെ ഗൗരവങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷമാണ് അള്ളാഹു ഇവിടെ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അഥവാ വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ച് ദ്രോഹിക്കുക. എങ്ങനെ? അവർ ചെയ്തിട്ടില്ലാത്തത് ചെയ്തു എന്ന് പറയാം. ഒരാളിൽ ഏതെല്ലാം വിധത്തിൽ കളവുകൾ ഇന്ന് സമൂഹത്തിൽ പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഗുരുതരമായ തെറ്റ് മുതൽ അവിടുന്ന് താഴേക്കുള്ള ഓരോന്നും അവരറിഞ്ഞിട്ടേ ഇല്ലാത്ത കാര്യങ്ങൾ, അവർ ചെയ്തിട്ടില്ലാത്തത് അവരുടെ മേൽ വെച്ച് കെട്ടുന്ന എത്രയോ ആളുകളുണ്ടെന്ന്. വിശ്വാസികളുടെ മേൽ അവർ ശിർക്ക് പറയുന്നു. ശിർക്കാണ്, ഇയാള് മുശ്രിക്കാണ്, അതുപോലെ ഇയാള് കാഫിറാണ്, അതുപോലെ തന്നെ ഇയാള് നിഫാഖ്, ഇയാള് കാപട്യമുണ്ട് ഇയാൾക്ക്. വാസ്തവത്തിൽ അയാളിൽ ശിർക്കുണ്ടോ? ഇല്ല. ശിർക്ക് ആരോപിക്കുകയാണ്. കുഫറുണ്ടോ അയാളിൽ? ഒരാളിൽ ശിർക്കുണ്ടെങ്കിൽ തന്നെ ഒരു വ്യക്തിയെ അയാളിൽ ശിർക്കുണ്ട്, അയാൾ മുശ്രിക്കാണെന്ന് പറയാൻ വരെ, അതുപോലെ ഒരു വ്യക്തിയെ തഈൻ ചെയ്ത് കൃത്യമായി നിജപ്പെടുത്തി ഒരാളെ കാഫിറാണെന്ന് വിധി എഴുതണമെങ്കിൽ അതിനൊക്കെ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. നേരെ മറിച്ച് ഒരു വിഷയം ശിർക്കാണെന്ന് പറയാം, ഒരു വിഷയം കുഫറാണെന്ന് പറയാം, ഒരു വിഷയം കാപട്യമാണെന്ന് പറയാം. അതേ അവസരത്തിൽ ഇന്ന വ്യക്തി അയാൾ മുശ്രിക്കാണ്, അയാൾ കാഫിറാണ്, അയാൾ മുനാഫിഖാണ് എന്നൊക്കെ പറയണമെങ്കിൽ വളരെ ആലോചിച്ചും അതിൻ്റെതായ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിൻ്റെ ശേഷവുമല്ലാതെ പറഞ്ഞാൽ അതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, മുഅ്മിനീങ്ങളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ദ്രോഹിക്കുന്നവരെന്നാണ് പറയുന്നത്. വല്ലദീന യുഊദൂന, ദ്രോഹിക്കുന്നവർ, ബിഗൈരി മക്തസബൂ, അവർ ചെയ്തിട്ടില്ലാത്ത ചെയ്തികളുടെ പേരിൽ. അപ്പോ ഒരു കാര്യം ഒരു സമൂഹത്തിൽ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മേൽ അത് പറയുന്നതിന് വിരോധമല്ല. അത് തന്നെയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാളിൽ ആ തെറ്റുണ്ട് എന്ന് അയാളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന
അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ ഒരാളോടത് ബോധ്യപ്പെടുത്തേണ്ട ഘട്ടങ്ങളിൽ അത് ബോധ്യപ്പെടുത്തേണ്ടി വരും. അതല്ല ഇവിടെ പറയുന്നത്. അയാൾ അത് അറിഞ്ഞിട്ടില്ല, അയാൾ ചെയ്തിട്ടില്ല, അയാളുടെ മേൽ കള്ളം ആരോപിക്കുകയാണ്. ആ വിധത്തിലുള്ള ദ്രോഹം നടത്തുന്നയാളുകൾ അത് വാക്കുകൊണ്ടാവട്ടെ, പ്രവൃത്തി കൊണ്ടാവട്ടെ, മറ്റേത് വിധത്തിലാവട്ടെ, ഒരാളിലില്ലാത്തത് അയാളുടെ മേൽ പറയാ. അയാൾ മോഷണം നടത്തി എന്ന് പറയാ, അയാൾ കളവ് നടത്തിയിട്ടുണ്ട് എന്ന് പറയാ, അയാൾ നുണ പറയുന്നവനാണ് എന്ന് പറയാ, അയാള് വഞ്ചകനാണെന്ന് പറയാ, അതുപോലെ തന്നെ അയാൾ വ്യഭിചാരിയാണെന്ന് പറയാ, അയാൾ മോശപ്പെട്ട സ്വഭാവക്കാരനാണെന്ന് പറയാ, അയാൾ ലഹരി ഉപയോഗിക്കുന്ന ആ രൂപത്തിലുള്ള വ്യക്തിയാണെന്ന് പറയുക, മയക്കുമരുന്നിന്റെ ഉടമയാണ്, അടിമയാണെന്ന് പറയുക. ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളിലൂടെ, വാക്കുകളിലൂടെ ഒരാളിൽ ഇല്ലാത്തത് പറഞ്ഞ് ആരോപിച്ച് അതിൽ രസം കണ്ടെത്തുന്ന, ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം പറഞ്ഞു തീർക്കുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ ധാരാളമായി കണ്ടുവരികയാണ്. ഓരോരുത്തർക്കും അവരുടെ നാവ് കൊണ്ട് വിജയിക്കാം ദുന്യാവിൽ. ഞാനാ പറഞ്ഞത് കാര്യം തന്നെയല്ലേ എന്നൊക്കെ ഇവിടെ വാദിക്കാം. പക്ഷേ പരലോകം ഓർക്കണം. അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് വസ്തുതയുണ്ടോ എന്ന് അവിടെ കണക്ക് പറയേണ്ടി വരും. ഇവിടെ രക്ഷപ്പെട്ടേക്കാം, ഇവിടെ പല വിധത്തിലുള്ള കുതന്ത്രങ്ങളിലൂടെ പലർക്കും രക്ഷ നേടാൻ സാധിച്ചേക്കാം. അധികാരമുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇവിടെ രക്ഷപ്പെട്ടേക്കാം. പരലോക കോടതിയിൽ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ഗൗരവത്തോടെ ഇസ്ലാം പറയാണ്, വിശ്വാസികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മേൽ അവർ ചെയ്തിട്ടില്ലാത്ത ചെയ്തികൾ പറഞ്ഞുകൊണ്ട് അവരെ ദ്രോഹിക്കുന്നവർ ഫഖദ് ഇഹ്തമലു, അവർ പേറിയിരിക്കുന്നത്, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കുന്നത് എന്തിനെയാണ്? ബുഹ്താനൻ, കള്ള ആരോപണത്തെ. കള്ള ആരോപണമാണ് അവർ ചമച്ചിട്ടുള്ളത്. വ ഇസ്മം മുബീന, വ്യക്തമായ തെറ്റുമാണ്, വളരെ പ്രകടമായ കുറ്റവുമാണ് അവർ അതിലൂടെ പേറുന്നത് എന്ന്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഇനി എങ്ങനെയാണ് ഒരാളെക്കുറിച്ച് അയാളിൽ ഇല്ലാത്തത് പറയാൻ കഴിയുക? ഒരാളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ സമൂഹത്തിൽ അധിക്ഷേപിക്കാനും അയാളെ സമൂഹത്തിൽ താറടിക്കാനും ഒരു വ്യക്തിക്ക് എങ്ങനെ ധൈര്യം വരും, ഇതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ? അതുകൊണ്ടാ പറയുന്നത്, ദുന്യാവിൽ ഇതൊക്കെ പലർക്കും വാചാലത കൊണ്ടൊക്കെ പലരുടെയും മേൽ പലതും പറഞ്ഞ് ജയിക്കാൻ സാധിച്ചേക്കാമെങ്കിലും പരലോക കോടതിയിൽ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. ആ ബോധം ഉള്ളവർ, ആ ബോധ്യം വന്നവർ ഇങ്ങനെ ഒരാളെ സംബന്ധിച്ച് അയാളിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്രോഹിക്കാൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഹെഡിങ് എന്താണ്? അന്നഹിയു അനിൽ ഈദാഇ, ദ്രോഹിക്കൽ വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. അതിന് ഉപോത്ബലകമായ ഹദീസുകൾ പറയുന്നതിൻ്റെ മുന്നോടിയായി നബവി ഇമാം കൊടുത്ത ആയത്താണ് നമ്മളിപ്പോൾ കേട്ടത്. സൂറത്തുൽ അഹ്സാബിലെ 58-ാമത്തെ സൂക്തം. ഇനി സഹോദരങ്ങളെ, ഹദീസുകളിലേക്ക് കടക്കാം. 2 ഹദീസുകളാണ് ഈ അധ്യായത്തിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ്, വഅൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? അൽ മുസ്ലിമു, ഒരു യഥാർത്ഥ മുസൽമാൻ. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ആരാണ്? ഒരു യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ അവനിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്നാണ്. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരാ യഥാർത്ഥ മുസ്ലിം? മൻ സലിമൽ മുസ്ലിമൂന, മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, മിൻ ലിസാനിഹി, ഇയാളുടെ നാവിൽ നിന്നും, വയദിഹി, ഇയാളുടെ കയ്യിൽ നിന്നും. ഇയാളുടെ നാവിൻ്റെ ഷർറിൽ നിന്നും കൈയുടെ ഉപദ്രവത്തിൽ നിന്നും ആരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ, മറ്റുള്ളവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ
അൽ മുസ്ലിം. തീർന്നില്ല, മറ്റൊരു കാര്യം കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചു. വൽ മുഹാജിറു, മുഹാജിർ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഹാജിർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിജറ പോയവൻ. ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് മാത്രമല്ല ഹിജറ, അതൊരു ഹിജറയുടെ രൂപമാണ്. എന്നാൽ ഇവിടെ വൽ മുഹാജിറു, മുഹാജിർ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ, അവൻ ഒരുത്തനാണ്. ഹജറ, അവൻ ഉപേക്ഷിച്ചിരിക്കുന്നു, അവൻ വെടിഞ്ഞിരിക്കുന്നു. എന്തിനെ? മാ നഹല്ലാഹു അൻഹു, അള്ളാഹു അവനോട് ഏതൊരു കാര്യം വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് അതിനെ ഉപേക്ഷിച്ചു പോയവനാണ് യഥാർത്ഥത്തിലുള്ള മുഹാജിർ എന്നാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എന്താണ് ഇവിടെ ആദ്യം പറഞ്ഞത്? ഒരു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ ഇസ്ലാമിൻ്റെ തത്വം എന്താണ്? ഇവിടെ ഇപ്പോൾ സ്വഭാവപരമായൊരു കാര്യമാണ് പറയുന്നത്. അത് ഓരോ വിഷയങ്ങൾ പറയുന്നിടത്തും അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുവാൻ വേണ്ടി അവിടെ ആ കാര്യം ചുരുക്കി പറയും. വാസ്തവത്തിൽ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം? അയാളിൽ ഈമാൻ കാര്യങ്ങൾ പൂർണ്ണമാകണം, ഇസ്ലാം കാര്യങ്ങൾ പൂർണ്ണമാകണം. അങ്ങനെ ഇസ്ലാമികമായി ഒരാൾ വിശ്വസിക്കേണ്ടുന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇവയൊക്കെ അംഗീകരിച്ചുകൊണ്ടും സത്യപ്പെടുത്തിക്കൊണ്ടുമുള്ള യഥാർത്ഥമായ ഒരു വിശ്വാസധാരയിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തിൻ്റെ ആ കൃത്യമായ വിശ്വാസത്തെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പ്രകടമാകുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിമാകുന്നത്. അതിൽപ്പെട്ട ഒരു ഇനം ഇവിടെ പറയണം. അവരെ ഇവിടെ പറയുന്നത് എന്താണ്? മൻ സലിമൽ മുസ്ലിമൂന, മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണം. ചില റിപ്പോർട്ടുകളിൽ, ഇമാം ബുഖാരിയുടെ തന്നെ മറ്റു റിപ്പോർട്ടുകളിൽ കാണാം അൽ മുസ്ലിമു മൻ സലിമൻ നാസു, മറ്റു ജനങ്ങൾ എന്നാണ് പറയുന്നത്. മുസ്ലിമീങ്ങളായിക്കൊള്ളണമെന്നില്ല, മറ്റാരോടും. മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുക, ജനങ്ങൾ രക്ഷപ്പെടുക. മിൻ ലിസാനിഹി, ഒരാളുടെ നാവിൻ്റെ ഷർറിൽ നിന്ന്, വയദിഹി, ഒരാളുടെ കയ്യിൽ നിന്നും. എന്താ ഈ നാവിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ? നാവിൽ നിന്ന് മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ ഒരുപാട് ആളുകളെ ദ്രോഹിക്കുന്നുണ്ട് എന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ നാവ് കൊണ്ട് ദ്രോഹിക്കുന്നവർ ഗീബത്ത് പറഞ്ഞിട്ട്, നമീമത്ത് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ ഫാഹിഷത്തുകൾ പറഞ്ഞിട്ട്, വ്യഭിചാരോപണങ്ങൾ പറഞ്ഞിട്ട്, ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ മനുഷ്യന്മാർ അവിടെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു നാവിൻ്റെ ഷർറ് എങ്ങനെയൊക്കെ വരാം. ഫലാ യൽഅനുഹും, ഒരു യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ അവൻ മറ്റുള്ളവരെ എന്ത് ചെയ്യൂല? ശപിക്കുകയില്ല. മറ്റുള്ളവരെ ശപിച്ചു പറയുന്ന നാവായിരിക്കില്ല ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റേത്. വലാ യസുബ്ബുഹും, മറ്റുള്ളവരെ ചീത്ത പറയുന്ന, തെറി വിളിക്കുന്ന നാവാവില്ല. വലാ യശ്തുമുഹും, മറ്റുള്ളവരെ ശത്മ ചെയ്യുന്ന ഈ രൂപത്തിലുള്ള തെറിപ്രയോഗങ്ങളും ചീത്ത വാക്കുകളും പ്രയോഗിക്കൂല. വലാ യഗ്താബുഹും, അവരുടെ ഗീബത്ത് പറയുന്ന നാവാകില്ല. വലാ യനുമ്മു ഫീഹിം, അവരെക്കുറിച്ച് നമീമത്ത് പറയുന്ന, ഏഷണി പറയുന്ന നാവാകില്ല. ഫകുല്ലു ആഫാത്തിൽ ലിസാനിൽ മുതഅല്ലിഖത്തി ബിൽ ഖുലുഖി, സ്വഭാവവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ആഫത്തുകളുണ്ടോ നാവ് മുഖേന വരുന്നത്, അതൊക്കെ അവൻ മറ്റുള്ളവരിൽ നിന്ന് മാറ്റിവെക്കും. അങ്ങനെ ഫസലിമന്നാസു മിൻഹു, ജനങ്ങൾ ആ നാവിൻ്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടും. വസലിമൽ മുസ്ലിമൂന മിൻ യദിഹി അയ്ളൻ, ഒരാളുടെ കയ്യിൻ്റെ ഷർറിൽ നിന്നും രക്ഷപ്പെടണം. അപ്പം നാവ് കൊണ്ട് എന്ന് പറയുമ്പോൾ വാക്കായി, വാക്കിലൂടെ നമ്മൾ ഒരാളെ ദ്രോഹിക്കാതിരിക്കണം. എൻ്റെ നാവ് കൊണ്ട് മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകാൻ പാടില്ല. അങ്ങനെ ദ്രോഹമുണ്ടാകുന്ന ഒരു വാക്കുകളും എൻ്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അങ്ങനെ സൂക്ഷ്മതയോടെ ജീവിച്ചാലേ ഞാൻ മുസ്ലിമാകൂ. ഇനി വയദിഹി, അവൻ്റെ കൈ കൊണ്ടുണ്ടാകുന്ന, കയ്യിൽ നിന്നും രക്ഷപ്പെടണം. കൈ കൊണ്ടുണ്ടാകുന്നത് ഫിഅലിയായി, പ്രവൃത്തിപരമായിട്ട് ഞാൻ മറ്റുള്ള ഒരാൾ ദ്രോഹിക്കലാണ്. അത് ഏതെല്ലാം രൂപത്തിൽപ്പെടും? അടിക്കുക, ഒരാളെ അടിക്കുക, അതുപോലെ തന്നെ മറ്റൊരാളുടെ മുതൽ കവർന്നെടുക്കുക, സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഏതൊക്കെ വിധത്തിൽ നമ്മുടെ കൈ കൊണ്ടുണ്ടാകുന്ന ഷെറുകളുണ്ടോ ആ ഷെറും മറ്റൊരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പം എൻ്റെ നാവ് സുരക്ഷിതമായിരിക്കണം. ഏതിൽ നിന്ന്? മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകുന്ന സ്വഭാവങ്ങളിൽ നിന്ന് എൻ്റെ നാവ് രക്ഷപ്പെട്ടതാവണം. മറ്റൊരാളെ ഉപദ്രവിക്കുന്ന ഉപദ്രവകരമായ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം എൻ്റെ കൈ സുരക്ഷിതമായിരിക്കണം.
അങ്ങനെ എൻ്റെ നാവും മറ്റു ശരീരത്തിൻ്റെ അവയവങ്ങളുമൊക്കെ മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കാത്ത വിധത്തിൽ സൂക്ഷ്മതയോടെ സുരക്ഷിതത്വത്തോടെ ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ എനിക്ക് പറയുന്ന പേരാണ് യഥാർത്ഥ മുസ്ലിം. നേരെ മറിച്ച് ഞാൻ മുസ്ലിമാന്ന് പറയുക, എല്ലാവരെയും തെറി പറയുക, മറ്റൊരാളുടെ പേരിൽ അയാൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ദുരാരോപണങ്ങൾ വിളിച്ചു പറയുക, അത് എഴുതുക, അത് ഷെയർ ചെയ്യുക, അത് ഫോർവേഡ് ചെയ്യുക, അത് പ്രചരിപ്പിക്കുക, ഒരാളെ സമൂഹത്തിൽ അധിക്ഷേപിക്കുക, അയാളെ നാണം കെടുത്താനും അയാളെ മൂലക്കിരുത്താനും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിച്ച് ഒരാളെക്കുറിച്ചുള്ള മോശപ്പെട്ട വാക്കുകൾ തൻ്റെ നാവ് കൊണ്ട് പറയുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമാകണോ? നാവ് കൊണ്ട് ദ്രോഹിക്കരുത്, കൈ കൊണ്ടും ദ്രോഹിക്കരുത്. അതാണ് അൽ മുസ്ലിം. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണ് ആ ഹദീസിലുള്ളത്? വൽ മുഹാജിർ. മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹജറ, വെടിഞ്ഞവനാണ്. മാനഹല്ലാഹു അൻഹു, അള്ള വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വെടിഞ്ഞ് ഉപേക്ഷ വരുത്തിയവനാണ്. നമുക്കറിയാം ഹിജറ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഹിജറ എന്താണ്? ഒരു നാട്ടിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ, ഒരാൾക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല, വിശ്വസിക്കുന്നതിനനുസരിച്ച് ഇബാദത്തുകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അനുവാദമില്ല. അങ്ങനെ അയാൾ പ്രവർത്തിച്ചാൽ, പരസ്യമായി പ്രവർത്തിച്ചാൽ അയാളെ കൊന്നുകളയും, അയാളെ തടയും. അങ്ങനെ തൻ്റേതായ ഇസ്ലാമികമായ സ്വാതന്ത്ര്യത്തിന് യാതൊരു നിലക്കുമുള്ള ഒരു പ്രവർത്തനത്തിനും അനുവാദം നൽകാത്ത നിലക്കുള്ള ഒരു രാജ്യം, അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. അവൻ അതിന് സ്വാതന്ത്ര്യമുള്ള നാട്ടിലേക്ക് സാധ്യമാകുമെങ്കിൽ അവൻ പോകണം. സ്വാതന്ത്ര്യമുള്ള നാട്ടിലേക്ക് അവൻ പോകണം. അതൊരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകൽ മാത്രമല്ല, ഒരു പ്രദേശം, ഒരു ടാവട്ടത്തിലുള്ള ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ അയാൾക്ക് അയാളുടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും പ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യേകമായ സൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ കുറച്ച് അപ്പുറത്തുള്ള ഒരു ഗ്രാമം, അവിടെ പോയാൽ ആ നിലക്കൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ ഇതിന് തീരെ സൗകര്യവും സ്വാതന്ത്ര്യവും കിട്ടുന്നില്ലെങ്കിൽ ഉള്ളയിടത്തേക്ക് പോകണം. അതാണ് ഹിജറ. അത് നിർബന്ധമായ ഹിജറയാണ്. അത് ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഹിജറയാണ്. ഒരു സ്ഥലം വിട്ട്, ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്കുള്ള ഹിജറ. അതാണ് നമുക്കൊക്കെ ചരിത്രത്തിൽ പരിചയമുള്ള ഹിജറ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി മക്കയിൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ആകൃഷ്ടരായി കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന ഭൂരിപക്ഷ ജനത ഈ ന്യൂനപക്ഷത്തെ മർദ്ദിക്കുവാനും അടിച്ചൊതുക്കുവാനും ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ള ഈ രാജ്യത്തേക്കാൾ അവർക്ക് സ്വാതന്ത്ര്യമുള്ള മറ്റൊരു രാജ്യമായ അന്നുള്ള എത്യോപ്യയിലെ, ഇന്ന് എത്യോപ്യ എന്നറിയപ്പെടുന്ന, അന്ന് ഹബശ, അബ്സീനിയ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് ഹിജറ പോയിക്കൊള്ളുവാൻ അനുവാദം നൽകി. ഇസ്ലാമിക ചരിത്രത്തിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ നടന്ന പ്രഥമ ഒന്നാമത്തെ ഹിജറ അതായിരുന്നു. എന്നാൽ അവിടെയും പ്രയാസപ്പെടുത്തലുകൾ പിന്നീടുണ്ടായപ്പോൾ ആളുകൾ മദീനയിലേക്ക് തിരിച്ചു വന്ന് മക്കയിലെത്തിയപ്പോൾ വീണ്ടും പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ, പലവിധത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ മുസ്ലിം സമൂഹം ഒന്നടങ്കം ഹിജറക്ക് പോകുവാനുള്ള അനുവാദം കിട്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിമാരോടൊക്കെ മക്ക വിട്ട് മദീനയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ പോകാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഞാനിവിടെ അത് പറയലല്ല ഉദ്ദേശം. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പോയി. അങ്ങനെ മക്ക വിട്ട് മദീനയിലേക്ക്, ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോയത്, അങ്ങനെ അബ്സീനിയയിലേക്ക് ആദ്യ ഹിജറ പോയതിൻ്റെ ശേഷം പിന്നീടുണ്ടായ വ്യാപകമായ തോതിൽ ഹിജറ പോയത് മദീനയിലേക്കായിരുന്നു. അപ്പം അതൊരു ഹിജറയാണ്. എന്നാൽ അത് മാത്രമല്ല ഹിജറ, ഒരു പ്രത്യേകമായ അള്ള വെടിഞ്ഞിട്ടുള്ള, അള്ള നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഹിജറ പോവുക. ഹജറ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വെടിഞ്ഞു, ഉപേക്ഷിച്ചു എന്നാണ്. ഒരു നാട് വെടിയൽ മാത്രമല്ല, ഒരു സംസ്കാരം വെടിയലും ഹിജറയാണ്. ഇസ്ലാം വിലക്കിയിട്ടുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള സംസ്കാരത്തിലേക്ക് യാത്ര പോവുക. ശിർക്ക് ഒഴിവാക്കി തൗഹീദിലേക്ക് യാത്ര പോവുക.
ബിദ്അത്തുകൾ ഒഴിവാക്കി സുന്നത്തിലേക്ക് യാത്ര പോവുക. അതുപോലെ തന്നെ ഹറാമുകൾ ഒഴിവാക്കി ഹലാലിലേക്ക് യാത്ര പോവുക. ഇങ്ങനെ യഥാർത്ഥത്തിൽ എന്തൊരു സ്വഭാവമാണോ ഒരു മുസ്ലിമിൽ ഉണ്ടാവേണ്ടത്, ആ യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് വിശ്വാസി അവൻ്റെ ഹൃദയത്തെ പരിവർത്തിപ്പിച്ചുകൊണ്ട് അനിസ്ലാമികമായ നിഷിദ്ധമായ കാര്യങ്ങളോടൊക്കെ വിട പറയുന്ന ആ ഒരു അർത്ഥത്തിലുള്ള ഹിജറ, അതാണ് യഥാർത്ഥത്തിൽ മുഹാജിർ എന്ന് പറഞ്ഞാൽ. കാരണം അതില്ലാതെ ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് മറ്റെന്തോ ലക്ഷ്യത്തിന് വേണ്ടി പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മക്ക വിട്ട് മദീനയിലേക്ക് പോയ ആളുകളിൽ പല ഉദ്ദേശക്കാരുണ്ടായിരുന്നു. അവിടെ പോയാൽ നല്ല കച്ചവടം ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ പോയാൽ താൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാം എന്നൊക്കെ ഉദ്ദേശത്തിലാണ് ആരെങ്കിലും മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നതെങ്കിൽ നബി തങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചതെന്താണോ അതാണ് കരസ്ഥമാവുക. ഓരോരുത്തർക്കും എന്ത് അവൻ നിയ്യത്ത് ചെയ്തോ അതാണ് അവന് കിട്ടുക. ആരെങ്കിലും അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ് ഹിജറ പോകുന്നതെങ്കിൽ അവൻ്റെ ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കും തന്നെയാണ്. അത് ഒറിജിനൽ ഹിജറയാണ്. നേരെ മറിച്ച് ആരെങ്കിലും ഹിജറ പോകുന്നത് ഫമൻ കാനത് ഹിജറതുഹു ഇലംറഅത്തിൻ, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതെങ്കിൽ അവൻ്റെ ഉദ്ദേശം അവന് കിട്ടും. അത് ഇസ്ലാം പുണ്യകരമാക്കിയിട്ടുള്ള ആ പുണ്യകരമായ പ്രവൃത്തിയിൽ അത് പെടില്ല. അപ്പോ ഹിജറയുടെ ബേസിക് എന്താണ്? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കി റബ്ബിന് ഇഷ്ടമുള്ളതിലേക്കുള്ള യാത്രയാണ്. അതൊരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോഴും അത് തന്നെയാണ് അതിൻ്റെ കാതൽ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹിജറ എന്ന് പറയുന്നത്. റബ്ബ് ഏതെല്ലാം കാര്യങ്ങൾ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും തനിക്ക് എത്ര ഇഷ്ടകരമാണെങ്കിലും മറ്റാർക്കൊക്കെ ഏതൊക്കെ ഇഷ്ടമാണെങ്കിലും എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലയോ, ആ റബ്ബിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ വെടിഞ്ഞിട്ട് എൻ്റെ റബ്ബിന് ഇഷ്ടമുള്ളതിലേക്ക് ഞാൻ പോവുക. അതൊരു നാട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഹിജറ, ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെയുള്ള ഹിജറയാണത്. നാട് വിട്ടു പോകണ്ട, മനസ്സിലായി കാണും. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ കാതല്ലതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഈ അർത്ഥത്തിലുള്ള ഹിജറ ഒരു വിശ്വാസിയിൽ നിർബന്ധമായും ഉണ്ടാകണം. റബ്ബ് വിരോധിച്ച കാര്യങ്ങൾ ഒരാൾക്ക് എത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിലും റബ്ബ് വിരോധിച്ചതല്ലേ, അതിന് ഞാൻ വെടിയണം. അത് വെടിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? റബ്ബ് ഇഷ്ടപ്പെട്ട, അവൻ തൃപ്തിപ്പെടുന്ന, അവൻ അനുവദിച്ചയിടത്തേക്ക് മാത്രം എൻ്റെ ഇഷ്ടത്തെ തിരിച്ചുവിടണം. അങ്ങനെ റബ്ബിന് അനിഷ്ടകരമായതില്ലെന്ന്, റബ്ബിന് വെറുപ്പുള്ളതില്ലെന്ന്, റബ്ബിന് ഇഷ്ടകരമായതിലേക്കുള്ള എൻ്റെ മനസ്സിൻ്റെ പരിവർത്തനം, അതാണ് യഥാർത്ഥത്തിലുള്ള ഹിജറ. അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഇതാണ് രണ്ടാമതായി ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത രണ്ടാമത്തെ ഹദീസിൽ എന്താണ്? വഅൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ അൻ യുസഹ്സഹ അനിൻ നാരി വയുദ്ഖലൽ ജന്നത മൻ അഹബ്ബ അൻ യുസഹ്സഹ അനിൻ നാരി വയുദ്ഖലൽ ജന്നത ഫൽതഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽയഅതി ഇലന്നാസി അല്ലദീ യുഹിബ്ബു അൻ യുഅതാ ഇലൈഹി. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ഈ ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ. അവർ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു. സുദീർഘമായ ഒരു ഹദീസിൽ നിന്ന് ഒരു ഭാഗം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിലേക്ക് ആവശ്യമുള്ളത് കോട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ശേഷം അദ്ദേഹം പറയുന്നുണ്ട് അക്കാര്യം, വഹുവ ബഅദു ഹദീസിൻ തവീലിൻ, ഇതൊരു ദീർഘ ഹദീസിൽ നിന്നുള്ള അല്പഭാഗം മാത്രമാണ്. സബഖ ഫീ ബാബി ത്വാഅത്തി ഉലാത്തിൽ ഉമൂരി, ഭരണാധികാരികളെ അനുസരിക്കൽ അനിവാര്യമാണ് എന്ന അധ്യായത്തിൽ ഇതിൻ്റെ വിശദ വിവരം വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പാർട്ട് മാത്രമാണ് ഇவ்விഷയകമായി ഈ അധ്യായത്തോട് ചേർത്ത് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്
എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചതിൻ്റെ തൊട്ടടുത്ത വരിയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇനി എന്താണ് ഹദീസിലെ വിഷയം? അള്ളാഹിൻ്റെ റസൂല് പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഹബ്ബ, ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, എന്തിഷ്ടപ്പെടുന്നുവെങ്കിൽ, അൻ യുസഹ്സഹ, അകറ്റപ്പെടണമെന്ന്, ദൂരെയാക്കപ്പെടണമെന്ന്. സുഹ്സിഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അകറ്റപ്പെട്ടു, ദൂരെയാക്കി. എന്തിൽ നിന്ന് ദൂരെയാക്കപ്പെടണമെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അനിന്നാരി, നരകത്തിയിൽ നിന്ന് ദൂരെയാക്കപ്പെടണം, നരകത്തിയിൽ നിന്ന് ഞാൻ അകറ്റപ്പെടണം എന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, വയുദ്ഖലൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടണമെന്നും നരകത്തിൽ നിന്ന് അകറ്റപ്പെടണമെന്നും ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫൽതഅ്തിഹി മനിയത്തുഹു, മനിയത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം അൽ മൗതു എന്നാണ്. അവൻ്റെ മരണം അവനിലേക്ക് വന്നെത്തട്ടെ. അവൻ മരിക്കുന്നത് എപ്രകാരമായിരിക്കണം? വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അവൻ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവനായിരിക്കെ മരണം അവനെ പിടികൂടട്ടെ. അഥവാ മരണം വരെ അല്ലാഹുവിലും പരലോകത്തിലുമൊക്കെയുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടൊരാൾ ജീവിച്ചാലേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുകയുള്ളൂ. തീർന്നില്ല, അടുത്ത ഭാഗവും ശ്രദ്ധിക്കുക. അതെന്താ? ഇനി പറയുന്ന കണ്ടീഷൻ എന്താ? വല്യഅ്തി ഇലന്നാസി, ജനങ്ങളിലേക്ക് അവൻ ചെല്ലട്ടെ, ജനങ്ങളെ അവൻ സമീപിക്കട്ടെ, ജനങ്ങളുമായി അവൻ പെരുമാറട്ടെ. അല്ലദീ യുഹിബ്ബു അൻ യുഅ്താ ഇലൈഹി, തന്നിലേക്ക് ജനങ്ങളൊക്കെ എപ്രകാരം പെരുമാറുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതേ രൂപത്തിൽ അവൻ മറ്റുള്ളവരോടും ഇടപെടട്ടെ. എന്താ പറഞ്ഞതെന്നറിയോ? വളരെ വ്യക്തമാണ്. ഞാൻ എന്നോട് മറ്റുള്ള ആളുകൾ എപ്രകാരം പെരുമാറുന്നതും ഇടപഴകുന്നതുമാണോ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നോട് ഇന്ന ആളുകളൊക്കെ എന്നോട് എപ്രകാരം പെരുമാറണമെന്ന് എനിക്കൊരു നിലപാടുണ്ടാകും. ആ നിലപാടിന് വിരുദ്ധം കണ്ടാൽ എനിക്ക് ആ ആളോട് ദേഷ്യം തോന്നും, ആ ആളോട് എനിക്ക് വെറുപ്പ് തോന്നും, ആ ആളോട് എനിക്ക് അകൽച്ച തോന്നും. എന്താ കാരണം? ഞാൻ ഇഷ്ടപ്പെടുന്ന നിലക്കായില്ല അയാൾക്ക് എന്നോടുള്ള പെരുമാറ്റം. എന്നാ എൻ്റെ പ്രശ്നം. പലപ്പോഴും ആളുകൾ പറയും, അയാൾ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല, അയാൾ എന്നെ കണ്ട് കടന്നുപോയി, ഒന്ന് പുഞ്ചിരിച്ചില്ല, അയാൾ ഒന്ന് കണ്ടിട്ട് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അതിനയാളൊരു മറുപടി തന്നില്ല. അപ്പോ ആ വിധത്തിലൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പലരെയും കുറ്റപ്പെടുത്താറുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അയാൾ അത് അനുസരിച്ചില്ല, ഞാൻ ക്ഷണിച്ചിടത്ത് അദ്ദേഹം വന്നില്ല, ഞാനൊരു ഹെൽപ്പ് ചോദിച്ചിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നില്ല, ഞാനൊരു ശുപാർശ പറയാൻ പറഞ്ഞിട്ട് അയാൾ ശുപാർശ പറഞ്ഞില്ല. ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുടെ പേരിൽ നമ്മൾ മറ്റുള്ളവരുടെ സ്വഭാവം എനിക്ക് പിടിച്ചില്ല എന്ന് നമ്മൾ അവരെക്കുറിച്ച് ആക്ഷേപം പറയാറുണ്ട്. എങ്കിൽ ഇവിടെ നബി തങ്ങൾ പറയുന്നത് എന്താ? സ്വർഗത്തിൽ പ്രവേശിക്കണോ, നരകത്തുനിന്ന് രക്ഷപ്പെടണോ? ആദ്യ കണ്ടീഷൻ അള്ളാഹുവിലും പരലോകത്തിലുള്ള ഈമാൻ ശരിയായ നിലക്കായിരിക്കണം നീ മരിക്കുന്നത്. തീർന്നില്ല. അതോടൊപ്പം നിന്റെ സ്വഭാവം ശരിയാവണം എന്നാ. വല്യഅ്തി ഇലന്നാസ്, നീ ജനങ്ങളിലേക്ക് ചെല്ലണം, നിന്റെ പെരുമാറ്റം ജനങ്ങളോട് എപ്രകാരമാവണം? അല്ലദീ യുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നു, അൻ യുഅ്താ ഇലൈഹി, അല്ലദീ യുഹിബ്ബു, ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നു, അൻ യുഅ്താ ഇലൈഹി, അവൻ്റെ അടുക്കലേക്ക് മറ്റുള്ളവർ ഏത് സ്വഭാവവുമായി ഇടപഴകാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത്, അതേപോലെ അവൻ ആളുകളോട് അങ്ങോട്ട് അവനും ഇടപെടണം. ഇരട്ടത്താപ്പ് പാടില്ല. ഞാൻ ആളുകളോട് എങ്ങനെയും പെരുമാറും, ഞാൻ ആളുകളോട് ഏത് മോശപ്പെട്ട വിധത്തിലും പെരുമാറും, എന്നോടെല്ലാവരും ഏറ്റവും ബെസ്റ്റ് സ്വഭാവത്തിലേ പെരുമാറാവൂ എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അത് ഇരട്ടത്താപ്പാണ്. എന്നോട് മറ്റുള്ളവരൊക്കെ എപ്രകാരം ഇടപഴകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതേപോലെ തന്നെയാണ് മറ്റുള്ളവരും.
അവരോട് ഞാൻ അങ്ങനെ ഇടപഴകണം എന്നാണ് അവരുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് ഞാനും നിന്നു കൊടുക്കണം. അതല്ലാതെ വൺ വേ മാത്രം എന്നോടെല്ലാവരും നല്ല നിലക്ക് പെരുമാറണം, നല്ല നിലക്ക് എന്നോട് ഇടപഴകണം, എന്നാൽ ഞാനോ മറ്റുള്ളവരോടോ അതെനിക്ക് ബാധകല്ല, അത് പറ്റൂല. വളരെ വ്യക്തമാണ്. അതുകൊണ്ട് സ്വഭാവ മേഖലയിൽ ഏത് വിധത്തിൽ എന്നോട് മറ്റുള്ളവർ ഇടപഴകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതേപോലെ മറ്റുള്ളവരോട് ഞാൻ അങ്ങോട്ടും ഇടപഴകണം. അതായത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നോക്കൂ. ഫലാ യുദീഹിം, മറ്റുള്ളവരോട് ഞാൻ കാരണം എൻ്റെ നാവ് കൊണ്ടോ എൻ്റെ കൈ കൊണ്ടോ ഒരു ഉപദ്രവം ഞാൻ ഉണ്ടാക്കരുത്, വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ. എന്താ കാരണം? ലിഅന്നഹു ലാ യുഹിബ്ബു അൻ യുദൂഹു, മറ്റുള്ള ആളുകളിൽ നിന്ന് ആക്ഷേപശകാരങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എനിക്കൊരു ഉപദ്രവം ഉണ്ടാകുന്നത് എനിക്കിഷ്ടമുണ്ടോ? എനിക്കിഷ്ടമല്ല. എന്നാ അവർക്കും ഇഷ്ടമുണ്ടാവില്ല. വലാ യഅ്തദി അലൈഹിം, മറ്റുള്ളവരുടെ മേൽ ഞാൻ അതിര് കവിയരുത്. ലിഅന്നഹു, കാരണം എന്താ? ലാ യുഹിബ്ബു അൻ യഅ്തദു അലൈഹി, മറ്റുള്ളവർ എന്നോട് അതിര് കവിയുന്നത് എനിക്കിഷ്ടമല്ല. വലാ യസ്തിമുഹും, ഞാൻ മറ്റുള്ളവരെ തെറി പറയുന്ന ചീത്ത വിളിക്കരുത്. എന്തേ കാരണം? ലിഅന്നഹു ലാ യുഹിബ്ബു അൻ യസ്തിമുഹു, മറ്റുള്ളവർ ഇവനെ ഇങ്ങോട്ട് തെറി വിളിക്കുന്നത് ഇവനിഷ്ടമല്ലല്ലോ. ഇതേപോലെ എല്ലാ കാര്യവും അങ്ങോട്ട് കൂട്ടിക്കോന്ന്. ലാ യഗ്ശുഹും ഫിൽ ബൈഇ വശറാഇ വഗൈരി ദാലിക്, ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ, കൊള്ളക്കൊടുക്കകളിൽ വഞ്ചന കാണിക്കരുത്. ഞാനൊരാളെടുത്ത് സാധനം വാങ്ങുമ്പോൾ അയാൾ എന്നോട് നല്ല നിലക്ക് അളത്തത്തിലും തൂക്കത്തിലൊന്നും കൃത്രിമം കാണിക്കാതെ എന്നോട് സത്യം മാത്രം പറഞ്ഞിട്ടായിരിക്കണം എനിക്ക് മുതൽ തരേണ്ടത്. ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോഴോ അങ്ങനെ എനിക്കൊരു നിലപാട് എനിക്കും വേണ്ടേ? കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും അവർക്ക് വേണ്ടി ഞാനും ഇഷ്ടപ്പെടണം. ആ പറയുന്നതിൻ്റെ ഏറ്റവും ചുരുക്കം കാര്യം അതാണ്. അവരുടെ മേൽ കള്ളം പറയരുത്, കാരണം എൻ്റെ മേലൊരാൾ കള്ളം പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വഹാദിഹി ഖാഇദ, ഇതൊരടിസ്ഥാന തത്വമാണ്. ലൗ അന്നന്നാസ മശൗ അലൈഹാ, ഇത് വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ പറയുന്നത് നോക്കൂ. ലൗ അന്നന്നാസ, ജനങ്ങൾ, മശൗ അലൈഹാ ഫിത്തആമുലി ഫീമാ ബൈനഹും, ഇന്ന് ആളുകൾക്കിടയിലുള്ള പെരുമാറ്റങ്ങളിൽ ഈ രീതി ആളുകൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലനാലു ഖൈറൻ കസീറാ, വമ്പിച്ച ഖൈർ സമൂഹത്തിൽ അവർക്ക് കരസ്ഥമാകുക തന്നെ ചെയ്യുമായിരുന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മറ്റൊരു ഹദീസിൽ പറഞ്ഞതുപോലെ, എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബുഹു ലിനഫ്സിഹി, നിങ്ങളിൽ ഒരാളും സമ്പൂർണ്ണ വിശ്വാസിയാവുകയില്ല ഏതുവരെ? ഹത്താ യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരന് വേണ്ടി അയാൾ ഇഷ്ടപ്പെടുന്നത് വരെ. എന്ത്? മാ യുഹിബ്ബുഹു ലിനഫ്സിഹി, തനിക്ക് ഒരാൾ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതൊക്കെ തൻ്റെ സഹോദരൻ്റെ കാര്യത്തിലും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സമ്പൂർണ്ണ മുഅ്മിനാവില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമാനമായ ആശയമാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, നീ കേട്ട രണ്ട് ഹദീസുകളും അതുപോലെ തന്നെ തുടക്കത്തിൽ ചേർത്തിട്ടുള്ള ആയത്തും, നമ്മൾ മനഃപൂർവ്വം ഒരാളെയും ദ്രോഹിക്കരുത്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാകാൻ പാടില്ല. പെരുമാറ്റം ഹൃദ്യമായിരിക്കണം. നമ്മളോട് എല്ലാവരും എപ്രകാരം പെരുമാറണമെന്നാണോ നമ്മുടെ ആഗ്രഹം, അപ്രകാരം തന്നെ ആയിരിക്കണം നമ്മുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അബദ്ധങ്ങളും അപാകതകളും പുറത്തു തരുമാറാകട്ടെ. മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.